ഗോകുൽ കെ വേണുഗോപാൽ കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഗോകുല മേഴ്സി കോളേജിലാണെന്ന് മനസ്സിലാക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ അവിടെ ഇറങ്ങിയോ? എത്ര കിലോമീറ്റർ ഉണ്ട് ഈ പറയുന്ന പൊതുസമ്മേളന വേദിയിലേക്ക്? എങ്ങനെയാണ് നിലവിൽ അവിടെ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്? ഒരു വാഹന ജാതിയായിരിക്കും, പക്ഷേ തുറന്ന വാഹനത്തിലായിരിക്കില്ല എന്ന് മാത്രമല്ലേ, പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരിക്കില്ലേ പ്രധാനമന്ത്രിയുടെ യാത്ര? എന്താണ് വിവരങ്ങൾ? സുഹേൽ, മെഴ്സി കോളേജിലാണ് പ്രധാനമന്ത്രി ഇറങ്ങുന്നത്. ആ ഭാഗത്ത് മാധ്യമപ്രവർത്തകർ പ്രവേശനമില്ല. പ്രധാനമന്ത്രി കടന്നു വരുന്ന റോഡ് ഭാഗത്താണ് നമ്മളുള്ളത്. നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്തു കൂടിയായിരിക്കും, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്തു കൂടിയായിരിക്കും പ്രധാനമന്ത്രി കോട്ട മൈതാനിക്കകത്തേക്ക് പ്രവേശിക്കുക. കോട്ട മൈതാനിയിലേക്ക് പ്രധാനമന്ത്രി പ്രവേശിക്കുന്ന ആ കവാടത്തിന് മുമ്പിലും മാധ്യമപ്രവർത്തകർക്കോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർക്കോ ഒന്നും നിൽക്കാൻ വേണ്ടി സാധിക്കില്ല. ബാരിക്കേഡൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തകരെയും മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും SPG ഉൾപ്പെടെയുള്ള പോലീസ് സന്നാഹങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട്. കനത്ത സുരക്ഷാ വലയത്തിലാണ് പാലക്കാട് നഗരമുള്ളത്. പ്രധാനമന്ത്രി ഇപ്പോൾ പാലക്കാട് നഗരത്തിൽ വന്നിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അല്പസമയത്തിനകം തന്നെ സുരക്ഷാ ക്ലിയറൻസ് കിട്ടിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയെ വഹിച്ചുകൊണ്ടുള്ള വാഹന വ്യൂഹം ഈ വഴി തന്നെ കടന്നുവരും. റോഡിന് ഇരുവശത്തുമായി നിരവധിയായിട്ടുള്ള BJP പ്രവർത്തകരുണ്ട്. അവരെയും ഈ പ്രധാനമന്ത്രി കടന്നു പോകുന്ന റോഡിന് ഏതാനും മീറ്ററുകൾക്കപ്പുറത്തേക്ക് ബാരിക്കേഡ് വെച്ച് മാറ്റി നിർത്തിയിട്ടാണുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ സുപ്രധാനമായിട്ടുള്ള സന്ദർശനമാണ്. 2 നഗരങ്ങളിൽ പാലക്കാട് ജില്ലയിലെയും തൃശ്ശൂരും പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നു. ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ നിമിഷത്തിൽ ഏത് രീതിയിലുള്ള പ്രസംഗമായിരിക്കും പ്രധാനമന്ത്രി നടത്തുക എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം പ്രധാനമായിട്ടും ഉറ്റുനോക്കുന്നത്. BJP A ക്ലാസ് മണ്ഡലമായി പരിഗണിക്കുന്ന, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി BJP 2ാം സ്ഥാനത്ത് വരുന്ന, കപ്പിനും ചുണ്ടിനുമിടയിൽ BJPക്ക് MLA സ്ഥാനം നഷ്ടമായ മണ്ഡലമാണ് പാലക്കാട്. ആ മണ്ഡലത്തേക്ക് പ്രധാനമന്ത്രി വരുമ്പോൾ തീർച്ചയായിട്ടും അവർ ചില തിരഞ്ഞെടുപ്പ് ലക്ഷ്യങ്ങളൊക്കെ ലക്ഷ്യമിടുന്നുണ്ട്. മാത്രമല്ല ഇത്തവണ ഒന്നിലധികം സീറ്റുകളിൽ BJP ജയിക്കുമെന്ന ഒരു പ്രതീക്ഷയോടുകൂടി അത്തരം ആത്മവിശ്വാസങ്ങളൊക്കെ BJP നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ പങ്കുവെച്ചതും കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഇവിടെ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള 12 മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരാണ് ഇവിടെ അണിനിരന്നിട്ടുള്ളത്. നമ്മൾ കാണുന്നത് പ്രധാനമന്ത്രി വരുന്ന റോഡിന് സമീപത്തുള്ള പ്രവർത്തകരെയാണ്. ദൃശ്യങ്ങളിൽ നമുക്കത് കാണാം. അതോടൊപ്പം തന്നെ കോട്ട മൈതാനിക്കകത്തും 10,000-കണക്കിന് പ്രവർത്തകർ അണിനിരന്നിട്ടുണ്ട്. 12 മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരാണ് ഇവിടെയുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവർ നേരത്തെ തന്നെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ വന്ന് പ്രധാനമന്ത്രിയെ കാണുവാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരാണ്. നമുക്ക് അവരോട് തന്നെ അവരുടെ അഭിപ്രായം ചോദിക്കാം. ഏത് രീതിയിലാണ് പ്രധാനമന്ത്രിയുടെ വരവ്? വലിയ ഗുണം ചെയ്യും? പ്രധാനമന്ത്രിയുടെ വരവ് ഗുണം ചെയ്യുന്ന പാലക്കാട് വിജയം ഉണ്ടാവും. വൻ വിജയം, ഭൂരിപക്ഷം, സൂപ്പർ. ശോഭ ചേച്ചി വേറെ ഏതെങ്കിലും മണ്ഡലങ്ങളൊക്കെ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു? വേറെ ഏതെങ്കിലും മണ്ഡലങ്ങൾ വിജയം? എന്തായാലും വലിയ ആവേശത്തിലാണ് NDA പ്രവർത്തകർ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യ സന്ദർശനമാണ്. നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഒരാഴ്ച മുമ്പ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് കൊച്ചിയിലെത്തിയിരുന്നു. കൊച്ചിയിലൊരു ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിലൊക്കെ പ്രധാനമന്ത്രി കേന്ദ്രം നടപ്പിലാക്കിയ വികസന പദ്ധതിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൂടിയായിരുന്നു കൊച്ചിയിലെത്തിയത്. അപ്പോഴൊന്നും കേരളത്തിനായുള്ള വികസന പദ്ധതികളെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. കേരളത്തിന്റെ നിരന്തര ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട എയിംസ് അടക്കമുള്ള കാര്യങ്ങൾ, അതിവേഗ റെയിൽ പദ്ധതി അടക്കമുള്ള കാര്യങ്ങളൊന്നും കൃത്യമായ ഒരു അനുഭാവപൂർവമായ സമീപനമോ നിലപാടോ വിഷയത്തിലൊരു സംസാരമോ പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം എത്തുമ്പോൾ എന്തിന് കേരളത്തിൽ BJPക്ക് വോട്ട് ചെയ്യണം, BJPക്ക് വോട്ട് ചെയ്താൽ എന്തൊക്കെ നടക്കുമുള്ള കാര്യങ്ങൾ, ഒരു മാനിഫെസ്റ്റോ എന്ന കണക്കെ, ഒരു പ്രകടന പത്രിക എന്ന കണക്കെ എന്തൊക്കെ വാഗ്ദാനങ്ങൾ ഇന്നുണ്ടാകുമെന്ന കാര്യത്തിലും നമ്മൾ വലിയ കൗതുകം, ആകാംക്ഷ കാണിക്കുന്നു. അതോടൊപ്പം തന്നെ നിലവിൽ കേരള രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ് മുതൽ ഏറ്റവും സജീവ ചർച്ചയാകുന്ന ഡീൽ വിഷയങ്ങളിലേക്കടക്കം CPM BJP ഡീൽ എന്ന കോൺഗ്രസ് ആരോപണവും, അതുപോലെ തന്നെ കോൺഗ്രസ് BJP ഡീൽ എന്ന CPM ഡീലിലും CPM ആരോപണത്തിലും അടക്കം ഏതൊക്കെ തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകും? അതോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള സംഘടനകളുടെ കോൺഗ്രസ് ബന്ധവും, ഒപ്പോൾ CPM കോൺഗ്രസ് എന്ന ഒറ്റ ഐക്യമായി കേന്ദ്രത്തിൽ നേരിടുന്ന ഇന്ത്യ സഖ്യത്തെ മുൻനിർത്തിയുള്ള ആരോപണമായിരിക്കുമോ ഉണ്ടാകും? നടക്കുമുള്ള കാര്യങ്ങൾ എന്തായിരിക്കും? പ്രധാനമന്ത്രിയുടെ സംസാരം എന്തായിരിക്കും? പ്രധാനമന്ത്രിയുടെ അഭിപ്രായം എന്തായിരിക്കും? പ്രധാനമന്ത്രിയുടെ പ്രതികരണം നടക്കുമുള്ള കാര്യങ്ങൾ നമ്മൾ ആകാംക്ഷയോടെ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.